പരിശുദ്ധമായ സൂറയിലെ 45, 46 ആയത്തുകളാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ, അല്ലാഹു ഏകനാണെന്നും അല്ലാഹു റബ്ബാണെന്നും പഠിപ്പിക്കുന്ന പല രീതികളാണ്. അല്ലാഹു അഹ്കാമ് പറഞ്ഞൊരു, നിയമങ്ങൾ പറഞ്ഞൊരു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഹിക്മത്തുകൾ നമുക്ക് മനസ്സിലാക്കി തരും. ചില സമയം അല്ലാഹു തആല നമുക്ക് ഇൽമ് ഇങ്ങനെ തരും, ഒരുപാട് ഇൽമ് തരും. ആളുകൾ അല്ലാഹുവിലേക്ക് അടുക്കുന്ന വഴികൾ വ്യത്യസ്തമാണ്. ചില ആളുകൾക്ക് ഈ അത്ഭുതങ്ങളൊക്കെ കേട്ടാൽ മാഷാ അല്ലാഹ്, ഇങ്ങനെയുണ്ടോ അല്ലാഹുവിന്റെ കലാം. ചില ആളുകൾക്ക് ഇസ്ലാമിന്റെ മൊറാലിറ്റി എന്താണ്, ഇസ്ലാം എന്താണ് ലോകത്തോട് നിയമമായി പറഞ്ഞിരുന്നത്, അത് കേട്ടാൽ കൊള്ളാം. മോറൽ വൈസ് ഖുർആൻ മാഷാ അല്ലാഹ്, അങ്ങനെ പോകാം. എന്റെ സൃഷ്ടാവ് എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത്, സൃഷ്ടി എന്ന നിലയിൽ ഞാനും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇസ്ലാമിന്റെ നിയമനിർമ്മാണങ്ങൾ അങ്ങനെയാണ്. ചില ആളുകൾക്ക് ആ ഭാഗത്തേക്കായിരിക്കും ഇഷ്ടം. ഇതെല്ലാം അല്ലാഹു തആല എല്ലാ സൂറത്തുകളിലും ഇങ്ങനെ ടച്ച് ചെയ്തു പോകും. അതാണ് അല്ലാഹുവിന്റെ ഖുർആനിന്റെ വലിയൊരു അത്ഭുതം. ഇവിടെ നമ്മൾ പറയുന്നത് ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ആസ്ട്രോണമിയും ഒക്കെ വരുതിൽ എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അല്ലാഹു തആല ഇപ്പൊ പറയുന്നത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യങ്ങളാണ്. ഇത് സയൻസാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ഒരു വിഷയം പഠിക്കുമ്പോഴാണ് ഈ സയൻസ് എന്ന് പറയാം. എല്ലാം പഠനം തന്നെയാണ്. അതിനെ നമ്മൾ സയൻസ്, ശാസ്ത്രീയ പഠനം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി പഠിക്കുമ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ സയൻസ് എന്ന് വിളിക്കും. സംഗതിയൊക്കെ പഠനം എന്നാണ് അർത്ഥം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് അതാണ്, ലൈലി നഹാർ. അതിന്റെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു ഭൂമിയെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ച്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ. അതാണ് അള്ളാഹുവിന്റെ ചർച്ച. അതാണ് അവിടെ നമുക്ക് മറ്റു ചരിത്ര സംഭവങ്ങളോ മറ്റു വിഷയങ്ങളോ അതിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്നത് നമ്മൾ ചേർത്ത് വെക്കും, അല്ലെങ്കിൽ നമ്മൾ അതന്നെ പഠിക്കണം. അപ്പൊ നിങ്ങൾ അതിൽ മുഷിപ്പ് തോന്നരുത്. കാരണം അല്ലാഹു തആല ഇതാണ് നമ്മൾ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. നമ്മൾ അപ്പൊ അത് പഠിക്കുക. പക്ഷേ ഇതൊക്കെ നിർത്തിച്ച് ഉസ്താദേ യൂസുഫ് നബിന്റെ ചരിത്രം പറഞ്ഞ എത്ര രസമുണ്ടായിരുന്നു, നമുക്ക് പറയണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിന്റെ സമയമാകുമ്പോൾ നമ്മൾ ആ വിഷയം പഠിക്കും. ഇപ്പൊ ഇതാണ് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് പഠിക്കാൻ. ഒരു പക്ഷേ ഇതൊന്നും എനിക്ക് മനസ്സിലാവണല്ലോ പഠിച്ചോനെ, അല്ലെങ്കിൽ ഇത് ഉറക്കം വരികയാണല്ലോ, അങ്ങനെയൊന്നും തോന്നരുത്. ഇൽമ് അയ്ന വജദഹ ഫഹുവ അഹഖു ബിഹി, എവിടെ കിട്ടിയാലും നമ്മൾ അതിന് ബന്ധപ്പെട്ടവരാണ്. അത് എവിടുന്നും കിട്ടണം. അത് സയന്റിസ്റ്റ് എന്ന് കിട്ടുന്നത് നമുക്ക് ഇൽമാണ്, ഉലമാ എന്ന് കിട്ടുന്നത് ഇൽമാണ്, നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് വായിക്കാൻ ഒക്കെ ഇൽമാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഇവിടെ പറയുന്നത് ജീവികളുടെ അത്ഭുതത്തെ കുറിച്ചാണ്. അതുകൂടെ കഴിഞ്ഞു. ഇനി അല്ലാഹു തആല ഈമാനിക വിഷയങ്ങളിലേക്ക് വരികയാണ്. സൂറത്തുൻ നൂറിന്റെ അവസാനത്തെ 1/3 നമ്മൾ നിൽക്കുന്നത്. The last third of ഈ സൂറയുടെ അവസാനത്തെ ആ ഒരു 1/3 ഇതുകൂടെ കഴിഞ്ഞ നമ്മൾ സൂറ അവസാനിക്കുകയായി. വല്ലാഹു ഖലഖ കുല്ല ദാബ്ബഹ വല്ലാഹു ഖലഖ കുല്ല ദാബ്ബത്തിൻ മിമ്മാ فمنهم من يمشي على بطنه ومنهم من يمشي على رجلين ومنهم من يمشي على 4 يخلق الله ما يشاء إن الله على كل شيء قدير والله അല്ലാഹുവാണ് ഖലഖ കുല്ല ദാബ്ബ, എല്ലാ ജീവജാലങ്ങളെയും പടച്ചത് മിമ്മാ, വെള്ളത്തിൽ നിന്ന്, ജലത്തിൽ നിന്ന് സൃഷ്ടികളെ പടച്ചവനാണ് അല്ലാഹു. ജീവജാലങ്ങളെ മുഴുവനും പടച്ചത് മിമ്മാഇൻ, വെള്ളത്തിൽ നിന്നാണ്. എല്ലാ ജീവജാലങ്ങളും. ദബ്ബ യദിബ്ബു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ചരിക്കുന്ന എല്ലാറ്റിനും ദാബ്ബത്ത് എന്ന് പറയും. മനുഷ്യന്മാർക്കും പറയാം, പക്ഷെ ഭാഷയിലെ ഉപയോഗം മൃഗങ്ങൾക്കാണ്. മനുഷ്യർക്കും പറയും. ഇൻഷാ അല്ലാഹ് വഴിയൊരു ആയത്ത് വരുന്നുണ്ട്. അല്ലാഹു എല്ലാ ജീവജാലങ്ങളെയും പടച്ചു എന്ന വിഷയമല്ല ഇവിടെ അല്ലാഹു തആല നമുക്ക് ബോധ്യപ്പെടുത്തുന്നു. മിൻ മാഇൻ, ജലം, വെള്ളം എന്നത് ജീവന്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം വെള്ളത്താൽ നിലനിർത്തപ്പെടുന്നു എന്നത്. നമ്മുടെ ശരീരത്തിലൊക്കെ പച്ചവെള്ളമല്ല, ബ്ലഡ് വെള്ളമാണ്. നമ്മുടെ ശരീരത്തിന്റെ ലായനികൾ മുഴുവനും വെള്ളമാണ്.
സോറിട്ടാ. അപ്പോ ജലാംശത്തിൽ നിന്ന് പടച്ചവൻ. ഈ ജീവജാലങ്ങളിൽ വയറിന്റെ മേൽ നടക്കുന്നവരുണ്ട്. റെപ്റ്റൈലുകൾ, അങ്ങ് വയറിന്റെ മേൽ പാമ്പുകളെ പോലെ കാലില്ലാത്തത്. രണ്ട് കാലുകളിൽ സഞ്ചരിക്കുന്നവരും ഈ ജീവജാലങ്ങളിലുണ്ട്. ആദ്യം പറഞ്ഞു ഒരു കാലുമില്ലാത്തവർ, രണ്ട് കാലും ഇല്ലാത്തവരുണ്ട്. സുബ്ഹാനല്ലാഹ്. പാമ്പുകൾ അങ്ങനെയാണ്. പാമ്പ് കാണുമ്പോഴേക്കും നമുക്ക് വടിയ ഓർമ്മ വരിക അല്ലേ? സുബ്ഹാനല്ലാഹ്. എന്താണ് ആ ജീവിയുടെ അത്ഭുതം എന്നാണ്. സുബ്ഹാനല്ലാഹ്. فمنهم من يمشي على ومنهم من يمشي على أربع കാലില്ലാത്തത് അലാ റിജ്ലൈനി രണ്ട് കാലിൽ നടക്കുന്നവ, അലാ അർബഇൻ നാല് കാലുകളിൽ നടക്കുന്നവ. പിന്നെ കുറെ ഉണ്ടല്ലോ, 6, 8, 10 അങ്ങനെ കുറെ ഉണ്ട്. യഖ്ലുഖുല്ലാഹു മാ യശാ, അതല്ല ഇതിൽ പെട്ടു. അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്തോ അതൊക്കെ അള്ളാഹു സൃഷ്ടിക്കുന്നു. അള്ളാഹു സൃഷ്ടിക്കുന്നു മാ യശാ, അവൻ എന്തൊക്കെ എങ്ങനെയൊക്കെ എത്ര കാല് എത്ര കണ്ണ് ഇതൊക്കെ ഇതെല്ലാം അള്ളാഹു തആല സൃഷ്ടിക്കുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാ വസ്തുക്കളിലും എല്ലാറ്റിനും അല്ലാഹു കഴിവുള്ളവനാണ്. ശൈഇ എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി, അല്ലാഹു അല്ലാത്ത മറ്റെല്ലാ വസ്തുക്കളും ശൈഇ വസ്തു എന്നതിൽ പെടും. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്. എല്ലാറ്റിലും വേണ്ടതുപോലെ എങ്ങനെയൊക്കെ അല്ലാഹു സൃഷ്ടിക്കണമോ അതെല്ലാം അല്ലാഹുവിന് കഴിയും. അപ്പൊ 4 കാലുള്ളതുണ്ട്, 10, 16, 20, 26, 30 കാലുള്ള ചെറു കൊച്ചു ജീവജാലങ്ങൾ മുതൽ വലിയ വലിയ ജീവികൾ വരെ എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹു ചോദിക്കുക, ഞങ്ങൾ കാണില്ലേ കാലില്ലാത്തത്? രണ്ട് കാലിൽ നടക്കുക എന്ന് പറഞ്ഞ മനുഷ്യന് കിട്ടിയ വലിയൊരു അള്ളാഹു ചെയ്ത തൗഫീഖല്ലേ. തല ഉയർത്തി നടക്കുന്ന ജീവി മനുഷ്യനെ ഉള്ളൂ. തല ഉയർത്തി സ്റ്റഡി ആയിട്ട് വോക്ക് ചെയ്യാൻ പറ്റുന്നത്. 2 സൈക്കിളിന്റെ 2 ടയർ ഇങ്ങനെ നമ്മൾ ആലോചിച്ച എങ്ങനെയാണ് ഈ സൈക്കിൾ വീഴാതെ പോകുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? ഞാൻ ചിന്തിച്ചു, പഠിച്ചോനെ ഒരു സപ്പോർട്ടും ഇല്ലല്ലോ, എന്തൊക്കെ അഭ്യാസങ്ങളാ കുട്ടികളെ കാണിക്കുക ഈ സൈക്കിളിന്. അതിലേറെ അത്ഭുതമാണ് 2 കാലിൽ നമ്മൾ നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ചെവിക്കുള്ളിൽ അള്ളാഹു വെച്ചൊരു ഫ്ലൂയിഡ് കൊണ്ടാണ് നമ്മുടെ ബാലൻസിങ്. അത് നഷ്ടപ്പെട്ടാൽ നമ്മൾ വീഴും, താഴേക്ക് വീഴും. അള്ളാഹു അതിന്റെ ബാലൻസ് വെച്ച് ചെവിന്റെ ഉള്ളിലാണ്. അവിടെ തെറ്റിയാൽ മനുഷ്യൻ താഴേക്ക് ചെരിഞ്ഞു വീഴും, നടക്കാൻ പറ്റില്ല. തല ഉയർത്തി, അത് ഇസ്സത്തിന്റെ സ്വഭാവമാണ്. കുരങ്ങനെ തല ഉയർത്തി നടക്കാൻ പറ്റൂല. നടക്കണമെങ്കിൽ കുമ്പിട്ടേ നടക്കാൻ പറ്റുള്ളൂ. കരടിയൊക്കെ നടക്കുന്നത് കൈകുത്തിയിട്ടാണ്. കാർട്ടൂണിലേ നടക്കുള്ളൂ. കാർട്ടൂണില് പിന്നെ എങ്ങനെയും ചെയ്യാലോ, അനിമേഷൻ അല്ലേ. മനുഷ്യന് മാത്രമേ അള്ളാഹു ഈ ഒരു ഇസ്സത്തിന്റെ രൂപം കൊടുത്തിട്ടുള്ളൂ. തല മേലെയാക്കി നടക്കാനുള്ള കഴിവ്. ആ തലയെ അള്ളാഹുവിന് വേണ്ടി താഴെ വെക്കുന്ന സുജൂദ് ചെയ്യാൻ പറയുന്നത്. നീ ഏറ്റവും ഗൗരവത്തോടുകൂടെ നീ പരിപാലിക്കുന്ന നിന്റെ തല അള്ളാഹുവിന് വേണ്ടി താഴെ വെച്ചു കൊടുത്തു. ഇതെല്ലാം എന്റെ സൃഷ്ടാവിന്റെ സൃഷ്ടിയാണ്, എനിക്കൊന്നുമില്ല. അള്ളാഹു തന്നു, എനിക്ക് കിട്ടി എന്നല്ലാതെ ഞാനാന്ന് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയതല്ല. 2 കാൽ ഉള്ളത് ഒരുപാട് പക്ഷികളൊക്കെ അങ്ങനെയാണ്, 2 കാലുകളാണ്. പക്ഷേ മനുഷ്യനെ പോലെയല്ല. അവകൾക്ക് 4 ഉള്ളതുപോലെ ചിറകുകൾ, 2 കൈകൾ, മറ്റ് 2 കാലുകൾക്ക് സമാനമായിട്ട് മനസ്സിലാക്കാം. 2 ചിറക്, പിന്നെ 2 കാല്. മനുഷ്യന് അല്ലാഹു തആല 2 കാലിൽ നിവർന്ന് നടക്കാനുള്ള തൗഫീഖ് കൊടുത്തു.